കല്യാണത്തിന് വാങ്ങിയ വലയത്. ഇങ്ങനെ നോക്കുമ്പോൾ നേരെ കാണുള്ളൂ. മോരൊഴിച്ച കയ്പൊക്കെ അറിയോ? ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതാ, മുറ്റത്തിറങ്ങിയതാ വെയിലും കൊണ്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയായി. അപ്പോൾ എന്താ മുറ്റത്തിക്കണമെന്ന് ചോദിച്ചാൽ ഇന്നിവിടെ ആരുമില്ല, എല്ലാവരും പോയി. ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മടിയാണ് ഇങ്ങനെ മുറ്റത്ത് നിന്നാണ്ട് എടുക്കാൻ. ഇപ്പോൾ എല്ലാവരും പോയപ്പോൾ ഇങ്ങനെ എടുത്തതാണ് വീഡിയോ. അപ്പോൾ ചോറ് അടുപ്പത്തുണ്ട്. അപ്പോൾ ഇനി കറിയൊക്കെ വെക്കണം. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് കാണാത്തവർക്ക് ഇതാ വീട് ഇതാ, അങ്ങനെ വീട് മൊത്തം കാണാം. ഞാൻ പണ്ടൊരു ഹോം ടൂർ ഇട്ടതാണ്, ഇനി ഹോം ടൂറൊക്കെ ഇടാം. വീണ്ടും ഇതാ എൻ്റെ ചെടികൾ ഇതാ ഏട്ടൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഇത് ഒറ്റ ഒരു പുൽച്ചെടിയെന്നു, അത് പുതിയ ചട്ടിക്ക് കുറച്ച് മാറ്റിയതാണ്. കുറച്ചവിടെയും കുറച്ചവിടെയും. ഈ ഇതിലൊക്കെ ചെടി വെച്ചിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ് മഴയായപ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. എൻ്റെ വീടിൻ്റെ നേരെ താഴെ റോഡിൻ്റെ അപ്പുറത്ത് കാണുന്ന വീടാട്ടോ ആ കാണുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നേരെ കാണുള്ളൂ, പക്ഷെ നേരെയല്ല. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് റോഡിൻ്റെ അപ്പുറത്ത് ഒരു അമ്മേൻ്റെ വീടാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ചെമ്പരത്തി ഇരിഞ്ഞ് നിൽക്കണം കാണിച്ചാൽ. സുന്ദരി ചെമ്പരത്തി ഇതാ കണ്ടോ. ഇത് ശരിക്കൊരു കുങ്കുമത്തിൻ്റെ കളറാണ് കേട്ടോ. തണലത്ത് നനയെ കാണുള്ളൂ. ഇതാ ഈ കളറാണ്. എന്താമേ ഇതാ കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ശരിക്കിൻ്റെ കളറ്. തണലത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ അല്ല, തണലത്തല്ല, ഇതാ ഇതാ ഈ കളറ്. വെയിലത്ത് നിൽക്കുമ്പോൾ വേറൊരു കളറായിരിക്കും. വെയിലത്ത് നിൽക്കുമ്പോൾ വേറൊരു കളർ. ചെമ്പരത്തി ആകുമ്പോൾ പിന്നെ അങ്ങനെ നിന്നോളും, അധികം വളമൊന്നും വേണ്ടല്ലോ. നാടൻ ചെമ്പരത്തി അല്ല കേട്ടോ. അപ്പോൾ നിറയെ പൂവുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കിണറിൻ്റെ വലയൊക്കെ മാറ്റാനായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് വാങ്ങിയ വലയത്. അമ്മ ഉണ്ട് അടുക്കളയിൽ, ചോറ് അടുപ്പത്തുണ്ട്. കറി വെക്കണം, മീൻ കറി, പിന്നെ എന്തെങ്കിലും ഒരു തോരൻ. നേരെ അടുക്കളയിലേക്ക് പോട്ടെ. അങ്ങനെ ഞാൻ മുറ്റത്തുനിന്നൊക്കെ കയറി വന്നപ്പോഴേക്കും അമ്മ നല്ല കപ്പ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ അങ്ങനെ അതെടുത്ത് കഴിക്കുന്നത്, ഞാനൊരു കിണ്ണത്തപ്പത്തിൻ്റെ കഷ്ണം കഴിക്കുന്നത്. ഞാനിപ്പോൾ 11 മണിക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കിയാൽ ഞാനത് ആ സമയത്ത് കഴിക്കില്ല, ഞാൻ ചോറിൻ്റെ കൂടെ കേട്ടോ കഴിക്കാറ്. അപ്പോൾ അമ്മ കപ്പ പുഴുക്കിൻ്റെ കൂടെ എന്താ കഴിക്കുന്നത് അറിയോ? തലേ ദിവസം മോര് ഒഴിച്ച് വെച്ച കയ്പക്കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല കോമ്പിനേഷനല്ലേ. മീൻ കറി ഇല്ലാഞ്ഞിട്ടാണ് അത് എടുത്ത് കഴിക്കുന്നത്. ചായ കൂടെ കഴിഞ്ഞു. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ തൊടിയിലൊരു സാധനമുണ്ട്, അത് തിരഞ്ഞു പോവാണ്. ഉപ്പേരി ഉണ്ടാക്കാൻ ആ കയ്യെത്തും ദൂരത്തൊരു സാധനം നിൽക്കുന്നുണ്ടോ, അത് കുറച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് പൊണ്ണംകൊല. അപ്പം നമുക്ക് നേരെ ആ സാധനം കൊത്താൻ പോവാം. ഞാൻ വെട്ടാനും അറിയും, ഒരു കൊത്താനും അറിയും. ഞങ്ങൾ തുണി ഉണക്കുന്ന ഷെഡാണ് കേട്ടോ ഇത്. പല തുണികളും കാണും. ഞങ്ങളുടെ വീടിൻ്റെ മേലെ കണ്ടത്തിലാണ് കേട്ടോ ഇതിൽ. ഞങ്ങൾ കോഴിക്കൂട് അതാ കാണുന്നു. കോഴികളൊന്നും വിടാറില്ല. ഇത് വിറക് വെക്കുന്ന ഷെഡാണ് കേട്ടോ. അങ്ങോട്ടൊരു വീടുണ്ട്, ഇങ്ങോട്ടൊരു വീടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു മൈസൂർ കൊല ഉണ്ടായിരുന്നു കേട്ടോ. അത് വെട്ടി, ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ കൊത്തി ഒരു കുഞ്ഞു കൊലയെന്നു. അതിൻ്റെ തണ്ട് അതെടുക്കട്ടെ. ഇതിലൊക്കെ കാടെല്ലാം ചെത്തിക്കോരാനായിരുന്നു. തൊടിയൊക്കെ ആകെ കാട് പിടിച്ച പോലെയാണ്. ഇതെല്ലാം ചെത്തിക്കോരണം.
ഈ പ്ലാവില്ലേ, ഈ പ്ലാവുണ്ടല്ലോ ഇടി തട്ടിയിട്ട് കരിഞ്ഞു പോയതാണ്. അതുമൊന്ന് പിന്നെ തളിർത്തുണ്ടായതാണ്. കണ്ടോ, നിറയെ ചക്ക ഉണ്ടാണ് പ്ലാവാണത്രേ അത്. നല്ല ചക്കയെന്ന് പറയുന്നേക്കാം. ഏതായാലും ഒരു പുനർജന്മാണ് പ്ലാവിന്. അപ്പം ഇതാണ് കേട്ടോ ഒരു കുഞ്ഞു മൈസൂർ കന്നാണ്. അതിൻ്റെ കുഞ്ഞു കൊല അതുമ്പോൾ തന്നെ പഴുത്തിട്ട് പിന്നെ കൊലയൊക്കെ വെട്ടിപ്പോയി. ഇത് എടുക്കട്ടെ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കെട്ടാൻ തന്നെ ഉള്ളൂ. ഒരു കുഞ്ഞു കൊലയാണ്, അല്ല കുഞ്ഞു കാണും. ചെറിയ ട്യൂബ് ലൈറ്റാണെന്നാണ് തോന്നുന്നത്. ഇതിടയിൽ വിറക്. ഇത് മുതിരയൊക്കെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി അടിപൊളി. കണ്ടോ, അത് ശരിക്കും ഒരു ട്യൂബ് ലൈറ്റ് തന്നെ. ട്യൂബ് ലൈറ്റ്, ചെറിയ കുഞ്ഞു ട്യൂബ് ലൈറ്റ്. കണ്ടോ, ചെറിയ വെറുതെ അല്ല, ഇതിന് ട്യൂബ് ലൈറ്റാണ്. ട്യൂബ് ലൈറ്റിൻ്റെ പോലെ തന്നെ ഉണ്ട്. അപ്പം ഇറങ്ങട്ടെ. അയ്യോ കണ്ടോ, ട്യൂബ് ലൈറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് കുനുകുനെ അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാം നമുക്ക്. അപ്പം നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. ഈശ്വര, എൻ്റെ അമ്മേ, എൻ്റെ അച്ചോ, എൻ്റെ അമ്മേ, എൻ്റെ അച്ചോ. ഒരു കുറേ ഫർണിച്ചറിൻ്റെ വിറകൊക്കെ ഉണ്ട്. ഇതൊക്കെ ആശാരീൻ്റെ മരമാണ്, ഞങ്ങളുടെ ചിന്നത്തമ്പിൻ്റെ മരം. അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുതിരയൊക്കെ ഇട്ട് ഈ ഉണ്ണിക്കാമ്പ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മുതിര ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അത് ഇതാ ഞാൻ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ്. നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഉപ്പ് ചേർക്കാതെ വന്നാൽ മുതിര വേഗം വെന്ത് കിട്ടും. പിന്നെ ഇതാ ട്യൂബ് ലൈറ്റിൻ്റെ അത്രയും കനമല്ല കേട്ടോ ഇന്നത്തെ ഉണ്ണിക്കാമ്പ്. അപ്പോൾ ഇതിന് ഇങ്ങനെ കുനുകുനേ കുത്തി അരിഞ്ഞിട്ട് മുതിരയൊക്കെ ഇട്ടിട്ട് നാളികേരം ചതച്ചിട്ട് തോരൻ വയ്ക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടോ, ശരിക്കിത് വട്ടത്തിൽ അരിയാനൊന്നും കിട്ടണില്ല. ഒരു 25 പൈസ വട്ടത്തിലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞായിട്ട് കനം കുറച്ചിട്ടാട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. നിറയെ നാരുണ്ട്. ഇതാ കണ്ടോ, നല്ല രസമല്ലേ ഇതിങ്ങനെ കാണാൻ. അതിലെ നാരൊക്കെ ഞാനിങ്ങനെ വിരലിലിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങൾ നാര് കളയുക. നാരൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനേ കൊത്തി അരിയും. അപ്പോൾ ഇതാ മുതിര ഇതാ അടുപ്പത്ത് അതിങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുനുകുന അരിഞ്ഞ് ഉണ്ണിക്കാമ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മുതിര ഇതാ വെന്തിട്ടുണ്ട്. ഞാനൊരു 6 വിസിലാവുന്ന വരെ വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തടയൊന്നും വേണ്ട, വേവണം അത്രയേ ഉള്ളൂ. പിന്നെ നാളികേരം ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂട്ടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടി ഇത് അടുപ്പത്ത് വെച്ചു. ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിയില്ലേ, അരി ഒരു സ്പൂൺ അരി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാമ്പ് കുനുകുനെ അരിഞ്ഞെടുത്ത ഉണ്ണിക്കാമ്പ് ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 2 മിനിറ്റ് ഒരു 3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരല്ലേ അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ നാളികേരം, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം വറ്റി വരണം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഉണ്ണിക്കാമ്പ് തന്നെ വെള്ളം നന്നായിട്ടുണ്ടാവും. ഞാൻ മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ടാണ് കേട്ടോ നാളികേരം ചതച്ചെടുത്തത്. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേവിച്ചെടുക്കുകയാണ്, വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ ചോറും കറിയൊക്കെ നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞാൽ മാങ്ങയിട്ട് നാളികേരം അരച്ച മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ ഇതാ റെഡിയായി. പിന്നെ എൻ്റെ തോരൻ ഇതാ മുതിരയൊക്കെ ഇട്ട് വെച്ച് വാഴക്കാമ്പ് തോരൻ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ. പയറിട്ടിട്ടും പരിപ്പിട്ടിട്ടും വൻപയറിട്ടിട്ടും മുതിരയിട്ടിട്ടൊക്കെ വെക്കാം. പക്ഷേ മുതിരയിട്ട് വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.